അതെ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മേറ്റിൻ്റെ അടുത്ത് പറയണം. അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ADS-ൻ്റെ അടുത്ത് പറ. ADS-ൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രേഖാമൂലം നിങ്ങൾ പഞ്ചായത്തിലൊരു പരാതി കൊടുക്കും. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാനുള്ള പൈസകളെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. എപ്പോഴും 24 മണിക്കൂർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെമ്പറല്ലേ, എനിക്ക് പരിമിതികളില്ലേ. ഇനി നിങ്ങളുടെ മേറ്റിനോ ADS-നോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്ഷൻ എടുക്കാം കേട്ടോ. അല്ലാതെ എന്നെ ഇങ്ങനെ 24 മണിക്കൂർ കിടന്ന് വിളിക്കരുത്. എനിക്ക് ഒരുപാട് വേറെ ജോലികളുണ്ട് കേട്ടാ. ശരി ശരി, അപ്പോൾ വെച്ചോ. എന്തുകൂടെ തീറ്റി തന്നെയാണ് നിനക്ക്. ഇവിടെ പൈസ കൊടുക്കണ്ടേ? എന്താ റൊണാൾഡോ എന്തെങ്കിലും തിരക്കിക്കോ? ഇല്ലടാ, പറ. എന്ത് പൈസ വേണം? എനിക്ക് 2000 രൂപ വരെ EMI അടയ്ക്കാനായിരുന്നു. EMI അടയ്ക്കാനാ? എടാ, ഒരു മാസത്തിൽ 30 EMI ഉള്ള ആളാണ് ഞാൻ. നീ ഇവന്റെ കയ്യിൽ പോലും ചോദിച്ചു പൈസ വല്ലതുകൊണ്ട് അവന് സഹായിക്കണം. 2000 ഇങ്ങോട്ട് തരാം. ഇത്ര നേരത്തെ ഉണ്ടെന്നെങ്കിൽ തരുവാത്. അത് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്തു. നിങ്ങളുടെ അടുത്ത് എപ്പോൾ പൈസ വെച്ചാൽ ഈ ഒരു മറുപടി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുമല്ലോ. എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്ക്, ഞാൻ വൈകിട്ടൊക്കെ തരാം. എനിക്ക് റോസ്മാറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നീ ക്ലീറ്റോട് ചോദിച്ചു. വീട്ടിൽ ഇല്ല, അതുകൊണ്ടില്ലേ നടക്കത്തില്ല. 2 രൂപയുടെ കേസ് മതി, ബാക്കി നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. പാർട്ടിയിൽ പോലും ഫണ്ടില്ല. പാർട്ടി ഫണ്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ പിരിവൊന്നുമില്ല, നിനക്ക് അറിയാല്ലേ. ഞാൻ നായരേട്ടൻ്റെ അടുത്ത് പോയി, നായരേട്ടൻ്റെ കയ്യിലും കാര്യം. അയാളുടെ കയ്യിലൊന്നും കാണത്തില്ല. നാട്ടിൽ ആരുടെ പൈസ ഇല്ല. അപ്പുക്കുട്ടൻ സാറിനെ വിളിച്ചിട്ട് കാണാൻ ചോദിച്ചാൽ നിന്റെ 2000 രൂപയ്ക്ക് അപ്പുക്കുട്ടൻ സാറിനെ വിളിക്കാനാ? നീ എന്തോന്നേ റൊണാൾഡോയി പറയുന്നത്? 10 ക്ലീറ്റോ മച്ചമ്പിയാ നിന്റെ അപ്പുക്കുട്ടൻ സാറ്? നിങ്ങൾ ചോദിക്കാൻ, ഞാൻ ചോദിക്കാനല്ല. നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റത്തില്ല. പഞ്ചായത്തിൽ നിന്ന് ശമ്പളം വന്നതിന്റെ പൈസ ഒന്നും ഇരിപ്പില്ലേ? എടാ, ഒന്നുമില്ലടാ. വന്ന അപ്പോഴപ്പോഴങ്ങ് തീരുവല്ലേ. ഞാൻ പറഞ്ഞില്ല EMI എത്ര EMI അടയ്ക്കണം. മൊത്തം ലോണിലല്ലേ നമ്മൾ ഓടുന്നത്. നീ വേറെ വല്ല മാർഗം നോക്കും. ഒരു ചായ പറ, നിങ്ങൾ നടക്കട്ടെ. ഫസ്റ്റ് എടാ, ഇവിടുന്ന് ഇയാളുടെ ശ്രദ്ധ മാറിയാൽ ഞാൻ മുങ്ങാൻ നിൽക്കുക. ഇവിടെ എന്തുമാത്രം പറ്റു കൊടുക്കാണ്ടെന്നത്. എനിക്ക് പകുതി ചായ വേണം, ഞാൻ തരാം. പോയ അവിടുന്ന് പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാണ്. അല്ല, നിനക്ക് പൈസക്ക് അത്രയ്ക്ക് അത്യാവശ്യം. ശരി, ഇത്ര നേരം ഞാൻ പിന്നെ എന്തോന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഇന്ന് പൈസ അടച്ചോട്ട് അത് പൊട്ടാൻ പറ്റത്തില്ല. ഒരു വകുപ്പുണ്ട് അണ്ണാ. ഒരു ദിവസത്തേക്ക് റൊണാൾഡോ ഒന്ന് ജോലിക്ക് നിർത്താവണ്ണ. പൈസ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കിട്ട് ജോലിക്കിട്ട് ഉണ്ടാക്കാൻ നിന്നോട്ടെ. ചാമ്പിക്കളെ ഞാൻ മെമ്പറ കുമ്പറ നിന്ന് നോക്കത്തില്ല. കൂലിയുടെ കാര്യം പറഞ്ഞു. എന്ത് ജോലി ചെയ്താൽ നിനക്ക് ജീവിച്ചൂടെ? നിനക്ക് പൈസ കിട്ടൂലേ? എനിക്ക് വർഷം അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്, പണിയില്ലാത്തോണ്ട്. പിന്നെ അത് പോയി ചെയ്യും. അത് ചെയ്യാത്തോണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ പൈസ തേണ്ടാന്ന് വന്നത്. പിന്നെ അല്ലാതെ മെമ്പറാന്ന് പറഞ്ഞാൽ ആടെ ഇങ്ങോട്ട് കാണിക്കില്ല. അതൊക്കെ ഇവിടെ മതി കേട്ടോ. ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യം വരും, അല്ലെങ്കിൽ തല്ലാനും പൂച്ചാൻ എന്നോട് വിളിക്കാൻ വരും. അന്നേരം അതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നന്നായിട്ട് തിന്നു. എടാ, നിനക്കൊരു പൈസ ഉണ്ടാക്കാനല്ലേ നോക്കിയത്. അവനൊരു ജോലി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ട. അതിന് ജോലിക്ക് അവനെ നിർത്തത്തുമില്ല. എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ നടക്കുന്നു. എന്താടി, നീ ജീവിച്ചിരിപ്പുണ്ടാ? ഹലോ ഹലോ സിമി, നീ കരയണ? എന്താടി? എടി, നീ കരയാതെ കാര്യം പറ. അവിടെ ചേട്ടനുണ്ടോ? ഉവ്വ, ഇവിടെ കനകനുണ്ട്. പോര്. ശരി ശരി, നീ വിഷമിക്കാതിരിക്കും, ഇങ്ങോട്ട് വാന്നാ. ചേടാ, എന്തോ എന്തേ വർക്ക്ഷോപ്പിലൊന്നും പോണില്ലേ? വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റത്തില്ല. എന്തു പറ്റി? ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമല്ല, റോസ്മേരി ആയിട്ടൊരു പ്രശ്നം. റോസ്മേരി ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര ചാട്ടം പാടുമായിരുന്നു. എന്താ? ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ EMI എല്ലാ മാസം 1-ാം തീയതി അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. 2-ാം തീയതി അത് വരുന്നത്. ഇന്നാ അപ്പൊ പൈസ ഇട്ട് കൊടുത്തില്ല ഇന്നലെ. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് പണിയില്ല, എനിക്കൊരു വണ്ടി പണിഞ്ഞത് ഇറങ്ങാറുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ പൈസ ഇട്ട് നീ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ആങ്ങളുടെ മെങ്ങളുടെ കൂടല്ലോ നിൽക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ട് അവരുടെ നിന്ന് മേടിച്ചുകൂടായോ? പിന്നെ ഒരു ഉപകാരമില്ല, പിന്നെ എന്തിനാ അവിടെ? ഞാൻ പറഞ്ഞു നീ പോടി വെച്ചിട്ട് 1800 രൂപയ്ക്ക് നീ എന്നെ കൊച്ചാക്കുന്നത്. ഞാൻ ലില്ലിപ്പണ്ണേന്ന് മേടിച്ചിട്ട് തരുമെന്ന് പറഞ്ഞു. അത് പൈസക്ക് വന്ന് എന്റെ അടുത്ത് അത് ഇന്ന് മുടങ്ങിക്കഴിഞ്ഞാലേ 600 രൂപ മറ്റേ എന്തോ
ബൗൺസിങ് അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അതിന്റെ അതിപ്പോ 2-ാം തീയതി അടക്കണമെന്ന് നേരത്തെ അറിയത്തില്ലായിരുന്നാ? അത് ഞാൻ എല്ലാ പ്രാവശ്യം 1-ാം തീയതി അവളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കും. എനിക്ക് ഇന്നലെ ഇല്ല വണ്ടി ഇറങ്ങി പോകുന്നുള്ള ധാരണ വെച്ചോണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും പറഞ്ഞാൽ ഇട്ടേക്കാന്ന് പറഞ്ഞു. ആ വണ്ടി ഇറങ്ങിപ്പോ എന്റെ പൈസ ഇല്ല, എന്റെ എവിടുന്ന പൈസ? ഇവിടെ എന്നെ സഹായിക്കുന്ന നല്ല പ്രശ്നം നമ്മുടെ അഭിമാനം. അവളുടെ മുമ്പ് ഞാൻ വെല്ലുവിളിച്ചു പൈസ ഓടിച്ച് നിട്ടേക്കാന്ന്. ഈ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി അഭിമാനം കുറവാ. നാളെ വൈകിട്ട് ഞാൻ തിരിച്ചു തരും. ഇല്ലെന്ന് പൈസ എന്റെ ലില്ലിപ്പെണ്ണാണ് തരുവ. ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാ. ചെയ്തിട്ടുണ്ട്. പൈസ ഒന്നും തരാനോ. ഇനി വെറും 45 രൂപ താങ്കളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ തരാനുള്ളൂ കടവായിട്ട്. ബാക്കി എല്ലാം നന്ന് തീർത്ത് താങ്കളുടെ കെട്ടിയവന്റെ കടവും തീർത്ത്. തങ്കത്തിനുണ്ട് ഒരു 10,800. അത് കൊടുക്കട്ടെ. 1840. 40 രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. 1800 രൂപ. അത് പോട്ടില്ല. ഞാൻ നാളെ വൈകിട്ട് തരും. ഉറപ്പാണോ? അല്ലെങ്കിൽ മറ്റന്നാ വൈകിട്ട്. അല്ല നാളെ വൈകിട്ട്. നാളെ വൈകിട്ട് വരണം. തരും. മറ്റന്നാ നോക്കാൻ നിൽക്കാം. നാളെ ഇന്ന് കിട്ടാതെ ഇന്നങ്ങ് തരും. ഉണ്ടോ 2000 രൂപ? 2000 ഒന്നുമില്ല. എത്രയായിരുന്നു? 1840 രൂപ ഉണ്ടല്ലോ കയ്യില്. 1800 പോലെ പിടി. 1500. ഓ കറക്റ്റ്. എനിക്ക് 2 ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഈ കൈ നോട്ടിയിരുന്നിട്ട് കേട്ടാ. 2000 ആയിട്ട് തിരിച്ചു തന്നോണം. അതെന്ത് പലിശ? ഇതിലും വേറെ ഇത് മുടക്കിയിട്ട് ബൗൺസിങ് ചാർജോ അത് അടച്ച് ബാങ്ക് ഇടുന്നല്ലായിരുന്നു. ഇത് നാളെ വൈകിട്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മറ്റന്നാളായാലും കുഴപ്പമില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നാളെ വൈകിട്ട്. എന്തുവാടാ കഴിച്ചത് മൊത്തം തേച്ച്. അത്രയ്ക്കൊന്നുമില്ല. പണ്ടത്തെ പോലെ ഒന്നും അങ്ങ് തേക്കുന്നില്ലല്ലേ? ആയേക്കൂല. എവിടെ പോകുന്നു? ബാങ്ക് വരെ പോണം. EMI അടക്കാൻ കാശില്ലെന്ന്. അത് വാങ്ങിക്കാൻ വേണ്ടി EMI. എടി ഇപ്പൊ എനിക്കൊരു കോള് വന്ന നമ്മുടെ സിമി ഇല്ലേ അക്കരയിലുള്ള എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി. അവള് വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്. എന്താന്ന് എന്തോ EMI എന്തോ ലോൺ എന്തോ എടുത്തതാന്ന് തോന്നണ. ഭയങ്കര പ്രശ്നമായിരിക്കും. അടച്ചില്ലേ? അടയ്ക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചേച്ചിനെ വിളിച്ചിട്ട് എന്തിനാ പറഞ്ഞത്? കനകനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഏട്ടന് ബാങ്കിലല്ലോ. അതാ പറഞ്ഞ എന്തോ വലിയ പ്രശ്നമുണ്ട്. ബാങ്കിലല്ല, എന്തോ പോലീസ് കേസ് ആക്കാൻ എന്തെങ്കിലും അടിക്കും. അപ്പൊ ഒന്ന് പറയോ, എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വാ, കനകനെ കാണാന്ന് പറഞ്ഞു. അതെന്തായിരിക്കും? ഇനി ബാങ്കിൽ നിന്ന് പൈസ അടച്ചില്ലൊക്കെ എടുത്തിട്ട് പൈസ അടച്ചില്ലെങ്കിലൊക്കെ പ്രശ്നമാവാറുണ്ട്. പൈസ അടച്ചില്ലെങ്കിൽ അല്ലെങ്കിലും പ്രശ്നമാകും. അതിന് കനകനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വേറെ എന്തോ ആണ്. അവരോട് പറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ. ഇനി അവളോട് വല്ല മര്യാദകേടായിട്ട് പെരുമാറിയാവോ? എന്താണോ അങ്ങനെയൊക്കെ ചെയ്യൂ? അറിയത്തില്ല. അതുണ്ടോ? ഏട്ടനുണ്ടല്ലോ. എന്നാ പോയാലോ? നമുക്കൊന്ന് സൂചിപ്പിച്ച് നോക്കാം. ഏട്ടാ ചേച്ചി പ്രശ്നമുണ്ട്. ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഇല്ലേ അക്കരയിലുള്ളൊരു സിമി? അവരിപ്പോ വരുന്നുണ്ട് ഏട്ടനൊന്ന് കാണാൻ. എന്നിപ്പം ഒരു ഫോൺ വന്നു എനിക്ക്. ആ പെണ്ണ് കരച്ചിലോട് കരച്ചില്, സങ്കടം പറയാൻ. എന്താണ്ടും ലോണാണോ ഇനി എന്തെങ്കിലും എടുത്തെന്ന് അടയ്ക്കാഞ്ഞിട്ടാണോ അടച്ചതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൾ എന്തായാലും വലിയ പ്രശ്നത്തിലാ. ഭയങ്കര കരച്ചിലുണ്ട്. സങ്കടം പറയാൻ വേണ്ടി വിളിച്ചതാ. നിന്നിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് സങ്കടം പറയാറുണ്ടോ? പിന്നെ ഇപ്പൊ നിന്നെ വിളിക്കേണ്ട കാര്യം എന്ത്? ഇപ്പോഴായിരിക്കും സങ്കടം വന്നത്. ഇപ്പോഴായിരിക്കും. അതാണ് ചോദിച്ചത്. നിന്നെ സങ്കടം വരുന്ന സമയത്ത് നിന്നെ വിളിക്കാറുണ്ടോ? ഇതിനു മുമ്പ് സങ്കടം വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്ത് പ്രശ്നത്തിന് ഞാൻ എന്തിനാ എന്നോട് പറഞ്ഞതിന്? ഒരാളൊരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോ ഇങ്ങനെയാണോ പറയുന്നത്? അപ്പൊ ഞാൻ എന്താ വേണ്ടെന്ന് പറയുന്നു? എനിക്കറിയില്ല. അല്ല, അവരെന്തോ പ്രശ്നത്തിലാണ്. അപ്പൊ അത് ഏട്ടനോട് പറയാൻ വേണ്ടിട്ടാണ്. എന്നോട് പറയണ എന്തിനാ? എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ, കനകൻ സാർ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അവള് കൂടെ കരയുന്നുണ്ടായിരുന്നു. EMI എടുത്ത് എന്തോ വലിയ പ്രശ്നമായി എന്നും പറഞ്ഞു. ഇത് പറഞ്ഞാ പോരെ? ഇതല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. എന്താ കറക്റ്റ് കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. EMI പ്രശ്നമല്ലേ, നേരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറയാം. സ്റ്റേഷനിലൊന്നും പോണ ആൾക്കാരല്ല അവര്. സ്റ്റേഷൻ എന്താ മോശപ്പെട്ടതല്ലോ? അതെ, ഏട്ടനെ കണ്ട് പറയാൻ വേണ്ടിട്ടാ. എടാ നീ അവൾക്ക് നിന്നോട് നേരിട്ട് എന്തോ പറയാൻ വേണ്ടിട്ടാ. പറ്റുമോ? ശരി, വരാൻ പറയാ. പക്ഷെ അപ്പൊ ഞാൻ എന്താ വേണ്ടത്? പറഞ്ഞ കാര്യം കേട്ട് വേണ്ടത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും ചാടൂലല്ലോ നമ്മളെന്തിനാ കുറിച്ച്? അതാണ് വെറുതെ നിങ്ങൾ വരുമ്പോ സംശയമാണ് എന്തൊക്കെ വീടുകളാണെന്നത്. അവരല്ലേ എടുത്തേക്കണത്.
നമ്മളെന്തിനാ ഒരിക്കലും ചാടൂല. ആ എപ്പോ വരും അവര്? അതറിയില്ല. ഇത് വന്നാ. വാ. എത്രയാ? ദൈവമേ, പെണ്ണിന്റെ കോലം നോക്ക്. വാ. കനകൻ സാർ ഉണ്ട്. ഇതെന്ത് കോലം? എന്തിനാ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നത്? ജീവിതം പോയി മോളെ. വിഷമിക്കല്ലേ? ഒരെത്തും പിടിയും കിട്ടണില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം. അതൊക്കെ ശരിയാകും. കനകനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാ, കയറി ഇരിക്ക്. പുള്ളിക്ക് ഹസ്ബൻഡ്, ഭർത്താവ്. കരയല്ലേ സിമി? തങ്കം പറഞ്ഞായിരുന്ന കാര്യങ്ങള്, പക്ഷെ അത് വ്യക്തമായിട്ടില്ല. എവിടെയാണ്? ഗൾഫില് ആണ് ജോലി, ഇലക്ട്രീഷ്യനാണ്, അമേരിക്കൻ കമ്പനിയിൽ. അവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുറച്ച് കാശേ ജനവക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി എവിടെയോ തൊലച്ചിട്ട് വന്ന് നിൽക്കുക. അതെ, ഇവര് പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് EMI പ്രശ്നമാണ്, അത് വേറെ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പാട് എങ്ങനെയാണെന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അത് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ വരില്ലേ, അപ്പൊ ഞാനതൊന്നും ആദ്യം കാര്യമാക്കിയില്ല. ഇച്ചാനെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലോൺ നിങ്ങൾ അധികം അടക്കണ്ട, പലിശ അധികം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ലോണിന്റെ ഒരു ആഡ് വന്നു. അപ്പോഴും ഞാൻ വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഇത് തുരുതുരാ വന്നാണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് എന്തേലും ഒരു കാരണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാ, ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയതാ. അപ്പോൾ വേറൊരു വാട്സപ്പ് നമ്പറിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ലോൺ അടക്കാം, ആധാർ കാർഡിന്റെ നമ്പർ തരണം, പാൻ കോപ്പി തരണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരണം എന്ന് പറഞ്ഞിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തായിരുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാ മാസവും 15,000 രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നുണ്ട് അവർ. എനിക്കൊട്ട് ലോൺ എമൗണ്ട് കിട്ടിയുമില്ല. അപ്പൊ അതായത് ആ കമ്പനിക്കാര് നിങ്ങളുടെ പേരിന് ലോൺ എടുത്ത് കഴിഞ്ഞു. ആ മാസം മാസം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുകയുമായിട്ട് ഒരു ലിങ്ക് കണ്ടിട്ട് കുത്തിയതാണ് സാറേ. ഗൾഫിൽ ഞാൻ ഇത്രയും വർഷം പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല എനിക്ക് പോയത്. സാറിനറിയോ, ഞങ്ങൾ 6 പേര് ഒരു മുറിയിൽ കിടന്നിട്ട് പട്ടിണി കിടന്നിട്ടാണ് സാറേ ഒരു 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും ഒരു തറ വാങ്ങിച്ച് വീട് വെക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ഇവക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുത്തു. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു പോയി. ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് എല്ലാ തരത്തിലും മെസ്സേജുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്. മെസ്സേജുകളായിട്ടും അല്ലെങ്കിൽ വാട്സാപ്പിലും ഒക്കെ ആയിട്ടൊക്കെ സന്ദേശങ്ങൾ വരാറുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ലിങ്കുകൾ ടച്ച് ചെയ്യരുത്, ആവശ്യമില്ലാത്ത അനാവശ്യമായി വരുന്ന കോളുകൾ എടുക്കരുതെന്ന് പോലും പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്നത് കേൾക്കാറില്ല. മാസം 10-ാം തീയതി 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ അയച്ചു കൊടുക്കുന്ന കാശ് കംപ്ലീറ്റ് അവർ അക്കൗണ്ടിൽ നിന്ന് എടുത്തോണ്ട് പോവുകയാണ്. ഇവിടെ ഈ പൊട്ടി അറിഞ്ഞില്ല ഇത്രയും നാളായിട്ട്. ഇവള് നാട്ടിലുള്ള കാര്യങ്ങള് അയൽവക്കത്തിൽ നാട്ടിൽ നടക്കുന്ന മൊത്തം കാര്യം എന്നെ 2-3 ദിവസം വിളിച്ചിട്ട് എന്നെ അറിയിക്കും. എന്നിട്ട് ഈ കാര്യം ഇത്രയും മാസങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊണ്ട് കളഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല സാറേ. ഇപ്പോഴും ക്യാഷ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞങ്ങൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. എന്നിട്ടും ഭീഷണിയാണ്. അതും രാത്രി പാതിരാത്രിയിലൊക്കെയാണ് വിളിച്ചിട്ട് 1, 2, 3 തവണയൊക്കെയാണ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. പൈസ കൊടുക്കാത്തോണ്ടാണോ? അതാണല്ലോ ഇവരുടെ പരിപാടി. ഇതാണല്ലോ അവരിതുകൊണ്ടാണ് ജീവിക്കുന്നത്, ആളുകളെ പറ്റിച്ച്. ആ പറ്റിക്കൽ നമ്മൾ പെടാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. സൈബർ സെല്ലിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാനൊന്ന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എനിക്ക് ആ ഡോക്യുമെന്റ്സ് ഒന്ന് അയച്ചേക്കേട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മത്തായോടെ എന്നോട് വരുന്ന അപ്പോൾ ഒരു സമാധാനമാവുമല്ലോ. വരാം സാർ. സിമ്മോട് വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് ആക്കിയിട്ട് വരാം കേട്ടാ. ഇല്ലേ? ആരുടെ നമ്പറിലാണ് എടുക്കേണ്ടത്? കനകന്റെ നമ്പർ തരാ ഞാൻ. അല്ല, ഏട്ടനിപ്പോ എങ്ങോട്ടാ പോണത്? ഞാൻ നേരെ സൈബർ സെല്ലിൻ്റെ ഓഫീസിലേക്ക് പോവാം. ഇവിടെ ചെല്ലുമ്പോഴേ DSP പ്രതാപൻ സാറിൻ്റെ നേരിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമായിട്ട് കാര്യം നടക്കും. അല്ലെങ്കിൽ പിന്നെ ഓരോരോ സെക്ഷൻ കഴിഞ്ഞ് പോകണ്ടേ. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഇപ്പൊ പോയ പൈസ തിരിച്ചു കിട്ടുമോ? പൈസ കിട്ടുന്ന കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പോയല്ലേ അത്? പിന്നെ ഇതിലൊക്കെ ചാടാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് പോയാ പോയി. അല്ല, നാച്ചു ചേച്ചിക്ക് ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ, അവരെന്താ ഇങ്ങനെ പോയി ചാടി? വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇതിന്റെ പിറകെ പോകുന്നത്. അക്ഷരാഭ്യാസത്തിൽ ഇത് വായിക്കാൻ അറിഞ്ഞു തുടങ്ങി പിന്നെ നോക്കൂലല്ലോ. ഇത് അറിയാന്നുള്ള അല്പ അറിവ് ഭയങ്കര ദോഷമാണ്. ഇത് നോക്കി കുത്തിയിരിക്കും. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 പ്രാവശ്യം നോക്കി, പല പ്രാവശ്യം വന്നപ്പോൾ 1 പ്രാവശ്യം ട്രൈ ചെയ്തു. അല്ല, എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ ഇച്ചാനെ സഹായിക്കാനാണ്.
എന്തൊരു സഹായിക്കണം ഇതൊരു സഹായം ഇപ്പൊ ഇല്ലാത്ത പൈസ മുടക്കായ മനുഷ്യൻ ഇങ്ങോട്ട് നാട്ടിൽ വരേണ്ടി ഒന്നില്ലേ? അല്ല പറയുന്നതാണ് ഇതൊക്കെ എടുത്തിയാടി ഒരു കാര്യം ചെയ്യേണ്ടെന്ന്, അല്ലെ പരസ്പരം പറയണ്ട കാര്യങ്ങൾ. അല്ലെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യം വിളിച്ച് പറയുന്ന ഒരു സ്ത്രീയാണ്, ഇത് പറഞ്ഞില്ല. ഇത് വിളിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത്രയും നാളും മറച്ചു വെച്ചില്ലേ? പറയണം ഇങ്ങനെ 3-4 സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യട്ടായിട്ടാന്ന് ചോദിക്കണം. അപ്പോൾ എന്തെങ്കിലും എക്സോർണോ പറയുമല്ലോ അവര്, അതിനനുസരിച്ച് ചെയ്യണമായിരുന്നു. ഇത് ചുമ്മാ EMI കാര്യം പറഞ്ഞപ്പോഴാ രാവിലെ ഒരാൾ വന്ന് എൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചു. ആര്? റൊണാൾഡോ ചേച്ചി. EMI അടയ്ക്കാൻ. അവനും തടിയായിരുന്നു. ഇതല്ല ഇങ്ങനെയല്ല. പിന്നെ റോസ് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചായിരുന്നു. അതിനെന്ത് EMI അടക്കേണ്ട ഡേറ്റ് ആയിരുന്നു ഇന്ന് നാളെ കണ്ട്. അപ്പൊ അതിന് പൈസ ഇല്ല. അത് പോയാ? ഇല്ലല്ല, നാളെ പോയിട്ട് തരാന്ന് പറഞ്ഞു. ഇതുപോലെ നാളെ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്? എൻ്റെ അടുത്ത് വാങ്ങിക്കുന്നൊക്കെ കറക്റ്റായിട്ട് തരാറുണ്ട്. പോയിട്ടാണ്. പിന്നെ ഞാൻ എന്തറിയാമോ, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകണ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോയി ഇത്രയും കഷ്ടപ്പെട്ട് സാറിനെയും കണ്ട് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഈ പുള്ളിയും കൂടെ കൂട്ടി പോകുമ്പോഴത്തേക്ക് പുള്ളി എല്ലാം കാണുന്നുണ്ടാവുമല്ലോ, നമ്മൾ ചെയ്യുന്നൊരു ഇതുണ്ടാവണമല്ലോ. ഇല്ലേ പിന്നല്ല. ചിത്രം നേരമല്ലേ ഇവിടെ പോയിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? എന്ത് പറ്റാൻ? ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. കനകനല്ലേ കൂടെ പോയിക്കണേ. എന്തൊരു അബദ്ധമാണല്ലേ പറ്റണത്. ശരിയുന്നുണ്ട്, ഏട്ടൻ എടുക്കുന്നുണ്ട്. എന്നാലും നിനക്കിതെങ്ങനെ പറ്റി ഇങ്ങനെ ഒരു പൊട്ടത്തരം? ഞാൻ ചാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ലേ. അതെ, നിങ്ങൾ കാണുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് ചേച്ചി. എന്ത് ചെയ്യാനൊരു പൊട്ട് പൊത്തി തോന്നിപ്പോയി. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ പേടിയാവാണ്, രാത്രി ആകുമ്പോ വിളി വരുമല്ലോ. നീ അതിനെ അവിടെ നീ ഭീഷണിപ്പെടുത്തുകയും കേട്ടിരിക്കണേ, നല്ല ചീത്ത അങ്ങോട്ട് വിളിക്കണം. ഹിന്ദിയിലല്ലേ പറയണത്. നമുക്കറിയുന്ന ഭാഷയിൽ അങ്ങോട്ട് പറയണം. അവര് പറയണ ഭാഷ എനിക്കും മനസ്സിലാവൂല, ഞാൻ പറയണ ഭാഷ അവർക്കും മനസ്സിലാവൂല. എന്റെ പൊന്നു മോളെ, തെറിക്കും ചീത്ത വിളിക്കും അങ്ങനെ ഒരു ഭാഷയില്ല. നീ ഏത് ഭാഷയിൽ ചീത്ത വിളിച്ചാലും മനസ്സിലാവും. പിന്നെ കേട്ടു നോക്കണം. ഹിന്ദി ഒന്നും അല്ലാന്ന് തോന്നുന്നു, വേറെ എന്തോ. കുഴപ്പമില്ല. എന്താടാ? കുഴപ്പമില്ല. ഞാൻ നേരെ പോയിട്ട് സൈബർ സെല്ലിലെ DSP പ്രതാപ സാറിനെ പോയി കണ്ടു. സാറിൻ്റെ കാര്യം പറയുമ്പോൾ സാർ ആദ്യം ചോദിച്ചത് ഇത്രയായിട്ട് ആൾക്കാർ പഠിക്കുന്നില്ലെന്നാണ് ചോദിച്ചത്. ഞങ്ങളത് പറഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവരെ പിടിച്ചോ? ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാർ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പാടാണ്. അതായത് മാക്സിമം ശ്രമിക്കും അവര്. ചിലരെ കിട്ടും, ചിലരെ കിട്ടില്ല. കാരണം ഈ സിസ്റ്റമേ അവരങ്ങ് ഓഫ് ചെയ്യും ഫുള്ളായിട്ട്. ആ സെക്ഷൻ പിന്നെ ഇല്ല. പിന്നെ നമ്മൾ എവിടെ അന്വേഷിച്ചാലും അവർ കിട്ടില്ല. അവർ ആ ഏരിയ തന്നെ വിട്ട് മാറിപ്പോകും. എന്തൊരു കള്ളന്മാരാടാ! ഈ പിടിച്ചു പറിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരവര്. അത് കഴിയുമ്പോൾ അവർ അടുത്ത ഏരിയ തേടി പോകും, നമ്മളെ വിടും. പോയത് പോയി. എന്നാലും ട്രാക്ക് ചെയ്യാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സാറ് ഒരുപാട് പേരുണ്ട്. സ്ഥിരം ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ച് ജോലിയിലേക്ക് പോവുക, സമാധാനമായിട്ട് ജീവിക്കുക, ആരോഗ്യം ഉണ്ടല്ലോ അല്ലേ? കരക സാറേ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം പോയതൊക്കെ പോട്ടെ, ജോലി ചെയ്യാനുള്ള ആരോഗ്യം, നല്ലൊരു മനസ്സും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാം. അത്രയുള്ള നമ്മളിനി വെറുതെ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ സാറ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, കോളുകൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 24 മണിക്കൂറത്തേക്ക് ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കുറേ നേരം ട്രൈ ചെയ്ത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവരെന്ത് പറയുമ്പോൾ അടുത്ത ആളെ തേടി പോയിക്കോളും. പിന്നെ നമ്മളങ്ങ് വിട്ടേക്കാം. മനസ്സിലായില്ല? എന്ത് വേണ്ടെന്നേ, അത് സ്വിച്ച് ഓഫ് എന്നിട്ട് അസംബൂരി വിളിക്കളെ ഓടിച്ചു കളഞ്ഞ പോട്ടെ. വേറെ നമ്പർ എടുത്താൽ പോരാ. സമാധാനമായി. ഇത്രയുള്ള കാര്യം. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു കുഴപ്പമില്ല. ഇനി സമാധാനത്തോടെ എനിക്ക് തിരിച്ചു പോകാമല്ലോ. Audience.